ഇതാ എന്റെ കസിൻ ആകാശ് ഫ്രം ദുബായ്. ദുബായ്. ബ്രോന്റെ ഡാഡി എന്ത് ചെയ്യും? ഹീസ് എ വണ്ടർഫുൾ മാൻ. വാവ് ഷിറ്റ്. ബ്രോന്റെ ഡാഡി? എനിക്ക് ഡാഡി ഇല്ല. സാഡ്. എന്റെ അച്ഛൻ റബ്ബർ വെട്ടാണെന്ന് ഇവനെ അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണം. ഇവന്റെ അച്ഛൻ ലുലുമാളിന്ന് ഓഫറിന് വാങ്ങിച്ചത്. എന്താ ബ്രോ? അല്ല, ദുബായിൽ ലുലുമാളുണ്ടോന്ന് ചോദിച്ചു. സി ബ്രോ, ലുലു എന്ന പേര് യൂസുഫക്കാക്ക് പറഞ്ഞു കൊടുത്ത എന്റെ വാപ്പയാണ്. അതെ അതെ, അതിനു മുമ്പ് അവർ അമ്പർ സുനി ഹൈപ്പർ മാളെന്ന് ഇടാൻ വെച്ചത്. എങ്കിൽ വാ നമുക്കൊരു ചായ മടേ തള്ളാം. സി ഇവിടെ ഒട്ടകപ്പാലി കിട്ടും. അവനെങ്കിൽ പിറകോട്ട് വിളി, പിന്നെ കൊടുക്കോ. എന്താ ബ്രോ? അല്ലല്ലേ, നമ്മളിവിടെ സർക്കസിനൊക്കെ ഒട്ടകത്തെ കൊണ്ടുവരാറുള്ളൂ. സി എനിക്ക് ഒട്ടകപ്പാലില്ലാതെ പറ്റില്ല. അടുത്ത തവണ വരുമ്പോ ദുബായിലെ ഷേക്ക് ആയിരിക്കും എന്റെ അച്ഛൻ. നിന്റെ അച്ഛൻ മുരളി. ഓ മുരളി ഷേക്ക്. മുന്തിരി ഷേക്ക് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. മോർണിംഗ് വന്നേ. എന്താ ശാനെ? ഇതെന്തിനാന്നറിയോ? ഇല്ല, എന്തിനാ? ഇന്നലെ വന്ന വണ്ടിയിൽ കൂളന്റ് നിറച്ചു കൊടുക്കാൻ പറഞ്ഞപ്പോ കൂളിപ്പ് നിറച്ചു കൊടുത്തേന്. ഇന്നെന്താ പണി? അച്ഛൻ അവിടെ ആക്സിൽ ഒടിഞ്ഞൊരു വണ്ടി വന്നിപ്പോ ഞാൻ എന്റെ ആക്സിൽ ഒടിഞ്ഞ് റെഡിയാക്കി, ടയർ റെഡിയാക്കി ഉണ്ടായിരുന്നു, അത് റെഡിയാക്കി, എഞ്ചിൻ ഓയിൽ മാറ്റണം, 10 സെക്കൻഡ് റെഡിയാക്കാം. എടാ നീ ഇങ്ങനെ മരിച്ചു പണിയെടുക്കണ്ട, അതുകൊണ്ടാണ് മിസ്റ്റേക്ക് വരുന്നത്. നിനക്ക് റെസ്റ്റ് ഒക്കെ വേണ്ടേ? നീ ഒരു ബ്രേക്ക് ഒക്കെ എടുത്ത് സമാധാനത്തിൽ ചെയ്താൽ മതി. ശരി, ഓക്കെ. ചേട്ടാ എന്റെ വണ്ടിക്ക് എന്തായിരുന്നു കംപ്ലൈന്റ്? ചേട്ടന്റെ വണ്ടിയുടെ ഷോക്ക് കേടാണ്. എന്ത്? ചേട്ടന്റെ വണ്ടിയുടെ ഷോക്ക് കേടാണ്. ഷോക്ക് അബ്സോർബറോ? അത് തന്നെ. ശരിയാക്കിട്ട് വിളിക്കാം ചേട്ടാ. പൊക്കോ ചേട്ടാ, ഒന്നിങ്ങോട്ട് വരുമോ? അതാ വരുന്നു. വണ്ടിക്ക് ചെറിയ പ്രശ്നം. എന്താണ് പ്രശ്നം? എന്താണ്? ഇത് ഞാൻ എന്റെ ഭാര്യയെ പോലെ കൊണ്ട് നടക്കുന്ന വണ്ടിയാണ്. ആ സൈലൻസറിന്റെ അടുത്ത് വിട്ടുന്ന എന്തിന്? അല്ല, വണ്ടി ഇപ്പൊ ഓടി വന്നല്ലേ ഉള്ളൂ, അതുകൊണ്ട് ചൂടുണ്ടാ വിട്ടേക്കാൻ പറഞ്ഞത്. അങ്ങനെ. എന്താണ് പ്രശ്നം? ഞാൻ വളരെ അപൂർവമായിട്ട് ഈ വണ്ടി ഓടിക്കാറുള്ളൂ. ഓടിക്കുമ്പോ ബ്രേക്ക് പെട്ടെന്ന് പിടിച്ചു വിടുമ്പോ വണ്ടി ചാടി ഓഫ് ആവുക. എന്താ സംഭവം എന്നറിയില്ല. അതെ, എവിടെ നോക്കട്ടെ? ഒരു മിനിറ്റ്, ഇപ്പൊ റെഡിയാക്കി തരാം. ചേട്ടാ അതല്ല, ഈ ബാക്ക് ബ്രേക്ക്. ചേട്ടാ മണ്ട, ഇത് ബ്രേക്ക് അല്ല, ഗ്ലിച്ച്. ഗ്ലിച്ച് വരെ എന്താ കമ്പ്യൂട്ടർ? അതൊക്കെ തന്നെയാണ്. ഇത് ഇങ്ങനെ തന്നെയാണ്. നിനക്ക് വണ്ടി ഓടിക്കാനൊന്നും അറിയില്ല അല്ലേ? ഇല്ല, അതല്ലേ പറഞ്ഞ അപൂർവമായിട്ട് ഓടിക്കാറുള്ളൂ. ഇത് ആദ്യത്തെ തവണ. വണ്ടിക്ക് കുഴപ്പമൊന്നുമില്ല. ചേട്ടാ ആക്സിഡന്റ് വണ്ടി റെഡിയാണോ? അത് അവൻ റെഡി ആയിക്കൊണ്ട്. അച്ഛനെ വണ്ടി റെഡിയാണ്. റെഡി അത്ര എടുത്തോണ്ട് നോക്കും. അപ്പൊ വണ്ടി ഒക്കെ അല്ലേ, വേറെ കുഴപ്പമൊന്നുമില്ല. ഒരു കുഴപ്പമില്ല. വണ്ടി നേരെ ഓടിക്കാൻ പഠിച്ചാൽ മാത്രം മതി. പിന്നെ ഈ വർക്ക്ഷോപ്പിൽ വന്നിട്ട് ഒരു വണ്ടി തകരാറായിട്ടില്ല. എന്തിനാണ് പോയ വണ്ടിയില്ല, അങ്ങനെ നേരെ കൊണ്ടുപോയി പോസ്റ്റിൽ ഇടിച്ചത്. അപ്പൊ അങ്ങനെ ഇരുന്ന ബ്രേക്ക് പിടിക്കാണ്ട് പോയെ. ആശാനിൽ എന്നോട് പറഞ്ഞാല് ബ്രേക്ക് ഊരി എടുക്കാൻ. ഇന്ന് ഭരതനാട്യം കളിക്കാതെ എറിയടാ. അതെ, ഒരു ഓവർ 6 പന്താണ്. നീ 26 പന്താണ് എറിയുന്നത്. അതെ, നീ ഒന്ന് ഡ്രൈവ് ചെയ്യ്. എനിക്ക് ലൈസൻസ് വണ്ടി ഡ്രൈവ് ചെയ്യും. കീപ്പർ എന്തേ? ചാച്ചെന്നോ? അവൻ വീശി നല്ല കാറ്റി ഉറങ്ങിപ്പോയി. തന്നെ വറുത്തപ്പോൾ സഹിക്കാൻ പറ്റിയില്ല. വറുത്തപ്പോഴോ? വെറുത്തപ്പോഴെന്നെങ്ങാണ്ടായിരിക്കും. ഒരു കൂരണം കെട്ടാൻ ജാര ക്രൂരതയായി ഇരുന്നവൾ കള്ളി. ഇവൻ പണ്ടേ മലയാളത്തിൽ ലവ് ലെറ്റർ കൊടുത്തിരുന്ന എന്നേ അവൾ ഇട്ടേച്ചങ്ങ് പോയേനെ. അയ്യോ പാർവലേച്ചി, ഊർമിളേച്ചി, പാമ്പ്. ജയേട്ടനെ ഒന്ന് ഇങ്ങോട്ട് വിടുവോ? ഞാൻ എന്താ വരുന്നത്? അയ്യോ, മൂർഖനാണെന്നാ തോന്നുന്നത്. എവിടെ എവിടെ പാമ്പ് എവിടെ? ഇത്ര പെട്ടെന്ന് കട്ടിലിന്റെ അടിയിൽ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. വേണ്ട, അങ്ങോട്ട് ചെല്ലണ്ട, ചിലപ്പോ പാമ്പ് ചീറ്റും. വിഷോ? അവനെ പാമ്പ് അവിൽ മിൽക്ക് ചീറ്റുവോ? അതില്ല, ഒരു മുഴുത്ത വടി നോക്കണം. അല്ല ചേട്ടാ, ഒരു ഡൗട്ട്. എന്താ? പാമ്പ് പടം എടുക്കുവോ? ഇന്നലെ കാസ്റ്റിംഗ് കളിട്ടുണ്ടായിരുന്നു, കണ്ടില്ല? ഇല്ല. എന്തിനാ വെറുതെ? ആദ്യം എനിക്ക് അവിടെ അല്ലേ നോക്കട്ടെ. ചേട്ടാ എങ്ങനെയെങ്കിലും പെട്ടെന്ന് ഇതിനെ പിടിക്കണം, ഇല്ലെങ്കിൽ അതിനെ കൊത്തി കൊല്ലും. ഇതിപ്പോ കട്ടിലിന്റെ അടിയിലായതുകൊണ്ട് പാമ്പ് തന്നെ ഇങ്ങോട്ട് വരാനുള്ള ചാൻസ് ഇല്ല. അതുകൊണ്ട് ഒരൊറ്റ വഴിയുള്ളൂ. പാമ്പ് സാധാരണ ചെറിയ മൃഗങ്ങളെയൊക്കെയാണല്ലോ പിടിച്ച് തിന്നാറ്. അതുകൊണ്ട് ചെറുവിരൽ വലുപ്പത്തിൽ എന്തെങ്കിലും ഇവിടെ കണ്ടാൽ പാമ്പ് ഇങ്ങോട്ട് വരും. അയ്യോ ചേട്ടാ, മുണ്ട് നേരിട്ട്. ആ പാമ്പ് കൊത്തി തന്നെ അങ്ങ് ചത്താ മതിയായിരുന്നു. പറയടാ. നീ അറിഞ്ഞാ? എന്ത്? കല്യാൺ സിൽക്സിൽ ആടി സെയിൽ തുടങ്ങി. ഇപ്പോൾ വാങ്ങിയാൽ ഇരട്ടി വാങ്ങാം. ഹലോ, നീ എന്റെ മോൻ, ഞാൻ നിന്റെ വാപ്പ. പറയടാ. ഞാൻ ഇന്നിരുന്ന് ആലോചിച്ചപ്പോഴേ എനിക്കൊരു കാര്യം മനസ്സിലായി. ഒരാൾ 70 ഡിഗ്രി ചരിഞ്ഞ് അർദ്ധ ത്രികോണാകൃതിയിൽ നിന്ന് മലന്ന് പെടുത്താൻ അത് തിരിച്ച് അയാളുടെ ഉച്ചയ്ക്ക് തന്നെ വന്നു. കാര്യം പറയാനുണ്ട്. ഭീമ ജുവലേഴ്സ്, ഇനി നിങ്ങൾക്ക് പൊന്നിന്റെ പെരുന്നാള്.